അമ്മ അലു വേണോ? അലു വാങ്ങിക്കുന്നു. ഇത് അലുവ ടിറ്റിയുടെ അല്ല, വയനാട് ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ഭവനം നിർമ്മിച്ച് നൽകുന്നതിന് വേണ്ടി അലുവ കൊടുത്തിട്ട് ഇതിന്ന് ലാഭം എടുത്ത് അവിടെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഒരെണ്ണം കൊണ്ട് കൊടുക്കുക. നമ്മളെല്ലാരും അത് ഭാഗവത്താവോ എന്നുള്ളതാണ് നിങ്ങളുടെ. വയനാട്ടിലെ ദുരിതബാധിതരുടെ പുനരധിവാസത്തിനായി ഡിവൈഎഫ്ഐയുടെ ആഭിമുഖ്യത്തിൽ വീടുകൾ വെച്ച് നൽകുന്നതിന്റെ ഭാഗമായി ഡിവൈഎഫ്ഐ ആയിരനെല്ലൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിളക്കുപാറയിൽ അലുവ ചലഞ്ച് സംഘടിപ്പിച്ചു. ഡിവൈഎഫ്ഐ ആയിരനെല്ലൂർ മേഖലാ കമ്മിറ്റി സെക്രട്ടറി റെജിയുടെ അധ്യക്ഷതയിൽ വയനാടിനായുള്ള മധുരവണ്ടിയുടെ ഫ്ളാഗ് ഓഫ് ചടങ്ങ് ഡിവൈഎഫ്ഐ കൊല്ലം ജില്ലാ കമ്മിറ്റി ട്രഷറർ ഷബീർ നിർവഹിച്ചു. ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ വയനാട് ദുരന്തബാധിതരായിട്ടുള്ളവർക്ക് 25 വീട് നിർമ്മിച്ച് നൽകുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് സംസ്ഥാനത്താകമാനം ഒരു വലിയ ക്യാമ്പയിന് ആരംഭം കുറിച്ചത്. എന്നാൽ സംസ്ഥാനത്തെ ജനങ്ങളുടെ ഇടയിൽ നിന്ന് ഒരു വലിയ പിന്തുണയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഡിവൈഎഫ്ഐക്ക് ലഭിച്ചിട്ടുള്ളത്. ഡിവൈഎഫ്ഐ ഏറ്റെടുത്ത എല്ലാ ചലഞ്ചുകൾക്കും, ഡിവൈഎഫ്ഐ നടത്തിയ എല്ലാ പ്രവർത്തനങ്ങൾക്കും ജനങ്ങളുടെ വലിയ പിന്തുണ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഡിവൈഎഫ്ഐ സഖാക്കൾ, ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകർ അവരുടെ അധ്വാനത്തിന്റെ വിഹിതം കൊണ്ടാണ് ഈ 25 വീടുകൾ നിർമ്മിക്കുവാനുള്ള പണം കണ്ടെത്താൻ തീരുമാനിച്ചത്. അതിന്റെ ഭാഗമായി അവർ അവരുടെ നിരവധി പേർ അവരുടെ ശമ്പളത്തിന്റെ ഒരു വിഹിതം മാറ്റിവെക്കുന്ന സാഹചര്യം ഉണ്ടായി. വിവിധ തരത്തിൽ ആക്രി പറക്കിക്കൊണ്ട് നമ്മുടെ എല്ലാം വീട്ടിൽ ഉപയോഗശൂന്യമായി കിടക്കുന്ന ആക്രി വസ്തുക്കൾ ഉൾപ്പെടെയുള്ളവ പറക്കി അത് വിപണനം ചെയ്തുകൊണ്ട് അതിനപ്പുറത്തേക്ക് നിരവധിയായിട്ടുള്ള ചലഞ്ചുകൾ ഏറ്റെടുത്തുകൊണ്ട് ഇപ്പോൾ ഇവിടെ ഹലുവ ചലഞ്ചാണ് ഏറ്റെടുക്കുന്നത്. അതിന് സമാനമായി നിരവധി പേർ മരം ലോഡ് കയറ്റുന്നത് ഉൾപ്പെടെ, ലോഡ് ഇറക്കുന്നത് ഉൾപ്പെടെയുള്ള വിഭിന്ന തരത്തിലേക്കുള്ള ചലഞ്ചുകൾ എല്ലാം ഏറ്റെടുത്തുകൊണ്ടാണ് ഈ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ സംസ്ഥാനത്തെ ഒരു സാഹചര്യം, സംസ്ഥാനത്തെ പല ജില്ലകളിലും ഈ ഫണ്ട് ഏറ്റുവാങ്ങുന്ന സാഹചര്യമെല്ലാം ഉണ്ടാകുമ്പോൾ 25 വീടുകൾ എന്ന് പറഞ്ഞത് 100-ലധികം വീടുകൾ നിർമ്മിച്ചു നൽകാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്കുള്ള തരത്തിലേക്ക് ഈ ക്യാമ്പയിൻ വളർന്ന് ഒരു സാഹചര്യം ഇന്ന് നിലവിലുണ്ട്. സംസ്ഥാന സർക്കാരുമായി ചേർന്നുകൊണ്ട് സംസ്ഥാന സർക്കാർ തീരുമാനിക്കുന്നതിനനുസൃതമായി വയനാട്ടിലെ ദുരന്തബാധിതർക്ക് വീടുകൾ നിർമ്മിച്ചു നൽകുവാൻ വേണ്ടിയാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇന്നിപ്പോൾ ഇവിടെ ആയിരനെല്ലൂർ മേഖലാ കമ്മിറ്റി ഇത്തരത്തിൽ ഒരു ഹലുവ ചലഞ്ചുമായി മുന്നോട്ട് വരികയാണ്. ഈ നാട്ടിലെ എല്ലാ ജനങ്ങളുടെയും വലിയ പിന്തുണ ഇതിനുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇത്തരത്തിലൊരു ചലഞ്ച് ഏറ്റെടുത്തുകൊണ്ട് വയനാട്ടിലെ ദുരന്തബാധിതരെ സഹായിക്കാൻ വേണ്ടി, അവർക്ക് ആവശ്യമായ വീടുകൾ നിർമ്മിക്കാനുള്ള പണം കണ്ടെത്തുവാൻ വേണ്ടി മുന്നോട്ട് വന്നിട്ടുള്ള ആയിരനെല്ലൂരിലെ ഡിവൈഎഫ്ഐ മേഖലാ കമ്മിറ്റിയെ അഭിവാദ്യം ചെയ്തുകൊണ്ട് CPIM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി R. ബിജു ആദ്യ വിപണനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന മുരളിക്ക് നൽകിക്കൊണ്ട് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. മേഖലാ സെക്രട്ടറി അനുരഞ്ജൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ LC അംഗങ്ങളായ സൈഫുദ്ദീൻ, ഗോപൻ, രമേശ് കുമാർ, ബ്രാഞ്ച് സെക്രട്ടറിമാരായ മണി, അബിൻ, സന്തോഷ്, ഷീജ, ഷീബ, നജുമൽ, അതുൽ എന്നിവർ നേതൃത്വം നൽകി. ജില്ലാ വിഷൻ ഏരൂർ. ഡിവൈഎഫ്ഐ ആയിരനെല്ലൂർ മേഖലാ കമ്മിറ്റി സെക്രട്ടറി റെജിയുടെ അധ്യക്ഷതയിൽ വയനാടിനായുള്ള മധുരവണ്ടിയുടെ ഫ്ളാഗ് ഓഫ് ചടങ്ങ് ഡിവൈഎഫ്ഐ കൊല്ലം ജില്ലാ കമ്മിറ്റി ട്രഷറർ ഷബീർ നിർവഹിച്ചു.